കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കാത്തതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. എം.കെ. രാഘവൻ എം.പി. മെഡിക്കൽ കോളേജിന് മുന്നിൽ ഉപവാസമിരിക്കും. എം.കെ. രാഘവന് പിന്തുണയുമായി കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ സമരപ്പന്തലിലെത്തും. വിവരങ്ങളുമായി അഭിന പി. ചിറക്കൽ ചേരുന്നു. അഭിന, കഴിഞ്ഞ ദിവസവും ഒരു ചർച്ച നടന്നിരുന്നു മരുന്ന് വിതരണക്കാരുമായി. എന്നാൽ അതൊരു സമവായത്തിലേക്ക് എത്തിയില്ല. എന്തായാലും കോൺഗ്രസ് വീണ്ടും പ്രതിഷേധം കടുപ്പിക്കാനുള്ള ഒരു ഘട്ടത്തിലേക്ക് തന്നെ കടന്നിരിക്കുന്നു. എം.പി. തന്നെ ഈ ഒരു സമരത്തിലേക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്നുകൂടി പറയാം, അല്ലേ? തീർച്ചയായും കാളിദാസ്, ഇപ്പോൾ ഇവിടെ എം.കെ. രാഘവൻ എം.പിയും അതുപോലെ തന്നെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ ഉപവാസ സമരം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ ഈ ഒരു സമരം 24 മണിക്കൂറാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതായത് നമുക്കറിയാം, കഴിഞ്ഞ 4 ദിവസങ്ങളായി തുടർച്ചയായിട്ട് ഇത്തരത്തിൽ മരുന്ന് ക്ഷാമം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് സമാനമായ രീതിയിൽ മരുന്ന് ക്ഷാമം തുടരുന്ന ഒരു സ്ഥിതി തന്നെയാണ്. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, ബീച്ച് ആശുപത്രിയിലും അതുപോലെ തന്നെ വടകര സഹകരണ ആശുപത്രിയിൽ ഉൾപ്പെടെ മരുന്ന് മായി തന്നെ തുടരുന്ന ഒരു സ്ഥിതി തന്നെയാണ്. ഇത് കൂടാതെ തന്നെ സ്റ്റെൻറ്റ് ഉൾപ്പെടെ നിർത്തിവെക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, സ്റ്റെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൃദ്രോഗികളെ എത്രമാത്രം ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിർത്തിവെച്ചാൽ പാവപ്പെട്ട രോഗികൾ എവിടെ പോകും എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. ഇതെല്ലാം നേരത്തെയും ഈ കോൺഗ്രസ് മുൻനിർത്തിക്കൊണ്ട് വലിയൊരു പ്രതിഷേധം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ സൂപ്രണ്ടിന്റെ ഓഫീസിന് മുൻപിൽ വെച്ചിട്ടായിരുന്നു ഇത്തരത്തിലൊരു സമരം അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമരത്തിൽ അവർ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് ഈ കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കണം എന്നുള്ള കാര്യം തന്നെയായിരുന്നു. നമുക്കറിയാം, 90 കോടിയിലധികം കുടിശ്ശികയാണ് കൊടുത്തു തീർക്കാനുണ്ടായിരുന്നത്. അത് ഉടനടി കൊടുത്തു തീർക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം, കാരുണ്യ പോലുള്ള ഇൻഷുറൻസ് ഉൾപ്പെടെ ഇപ്പോൾ മരുന്ന് ലഭിക്കാത്ത ഒരു സ്ഥിതിയാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ഈ മരുന്ന് വാങ്ങിക്കാൻ വന്ന ആളുകൾ, രോഗികളുടെ പ്രതികരണം തേടിയപ്പോൾ പോലും അവർ പോലും പറയുന്നത് കാരുണ്യയിൽ പോലും മരുന്ന് വാങ്ങിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കിനി രാഘവൻ എം.പി. ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ഒന്ന് ചോദിക്കാം. അല്ല, ഇത് സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ സമ്പൂർണമായ പരാജയമാണ്. എത്രയോ കാലമായി ഈ മെഡിക്കൽ കോളേജിൽ ഈ സ്ഥിതിവിശേഷം വന്നിട്ട് പാവപ്പെട്ടവർക്ക് ചികിത്സ കിട്ടുന്നില്ല, അവർക്ക് മരുന്നില്ല. അത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഈ ഉപവാസ സമരം നടത്താൻ തീരുമാനിച്ചത്. ഇപ്പോൾ DCC കഴിഞ്ഞ ആഴ്ച ഒരു സമരം നടത്തി. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് മാത്രമല്ല, ഈ ബീച്ച് ആശുപത്രിയിലും സമാനമായ രീതിയിൽ ആശുപത്രിയിൽ മരുന്നില്ല, പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഒന്നുമില്ല, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ ഒന്നുമില്ല. കേരളത്തിലെ ആശുപത്രികൾ പൂട്ടേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. എന്നിട്ട് പോലും സംസ്ഥാന ഗവൺമെൻറ് അനങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെ സ്റ്റേറ്റിലെ പാവപ്പെട്ട രോഗികൾ എങ്ങോട്ട് പോകുമെന്ന് ആലോചിക്കണം. അവരെങ്ങോട്ട് പോകും? അവർക്ക് സാമ്പത്തികമായി കഴിവില്ല. പണ്ടിതിന് പേര് ധർമാസ്പത്രി എന്നാണ് പണ്ട്. അത്ര പോലും പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത സർക്കാരായി ഈ സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ജില്ലയിലെ മന്ത്രിമാർ അവരിടപെടുന്നില്ല. എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ഈ സിദ്ദിഖ് MLA ഉൾപ്പെടെ ഇത് കാണിച്ചുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിൽ അപ്പോൾ എന്തെങ്കിലും മറുപടി ലഭിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ 3 ആഴ്ച മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഞാൻ കത്തയച്ചിരുന്നു. ഒരു മറുപടിയും തന്നില്ല. ഇത്തരത്തിൽ ഈ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു പ്രതികരണമാണ് ലഭിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രതിഷേധം? ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ആരോഗ്യ വകുപ്പും സംസ്ഥാന ഗവൺമെൻറ്റുമാണ് ഈ തുടർന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്. പക്ഷെ ആരോഗ്യമന്ത്രി ഒന്നും പറയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ സാധാരണക്കാരുടെ രോഗികൾ എങ്ങോട്ട് പോകും? അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു ഗാന്ധിയൻ മാർഗത്തിലുള്ള സമരമാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതാണ് ഇവിടെ ആരംഭിച്ചത്. കാരുണ്യയിൽ നിന്ന് പോലും ഇപ്പം മരുന്ന് ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇൻഷുറൻസിൽ പോലും ലഭ്യമാവുന്നില്ല. ഇവിടെ ഒരു മരുന്നുമില്ലല്ലോ. കാരുണ്യം വിട്ട മരുന്നേ ഇല്ലല്ലോ. ഈ സ്റ്റെൻറ്റുകൾ വഴി, അപ്പം നമുക്കറിയാം, ഹൃദ്രോഗികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികൾക്ക് ഉൾപ്പെടെ ഈ മരുന്ന് പറഞ്ഞല്ല, ഇവിടെ ഒന്നുമില്ലല്ലോ. മെഡിക്കൽ കോളേജ് ഒരു മരുന്നുമില്ല. ഇൻഷുറൻസ് ലഭിക്കാത്തതും അല്ലെങ്കിൽ ഇൻഷുറൻസിൽ മരുന്ന് നൽകുന്നില്ല.
അതല്ല, ഇൻഷുറൻസിന് വകയിൽ 230 കോടി ഗവൺമെന്റിന് കിട്ടാനുണ്ട്. അതുകൊണ്ട് അതും നിലച്ചിരിക്കുകയാണ്. അത് ഗവൺമെൻറ്റാണ്. ഇതിൽ കൃത്യമായിട്ടുള്ള നിലപാടും ഉത്തരം പറയേണ്ട ഗവൺമെൻറ്റാണ്. തീർച്ചയായും കാളിദാസ്, ഇത് തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. ഏതായാലും ഇവിടെ ഉപവാസ സമരം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഇതാ ഷാൾ അണിയിച്ച് ഈ ഒരു ഉപവാസ സമരം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. 24 മണിക്കൂർ നീളുന്ന ഒരു ഉപവാസ സമരം തന്നെയാണ്. എത്രയും പെട്ടെന്ന് സർക്കാർ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാളിദാസ്. അതെ, അതുതന്നെയാണ്. എന്തായാലും കോൺഗ്രസ് സമരം കടുപ്പിച്ചിരിക്കുന്നു മരുന്ന് ക്ഷാമത്തിൽ എന്ന് തന്നെ പറയാം. MP തന്നെ സമരത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. അഭിന, എന്തായാലും ഈ കോഴിക്കോട്ടെ മരുന്ന് ക്ഷാമം രൂക്ഷമാകുന്നു, പ്രതിഷേധങ്ങൾ കനക്കുന്നു. നമ്മൾ മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. കോഴിക്കോട് താമരശ്ശേരിയിൽ കഴിഞ്ഞ ദിവസമാണ് ലഹരിക്ക് അടിമയായ